2013 ശേഷം വീദസ്പൃഹാനന്ദജി മഹാരാജ് വിശ്രമ ജീവിതം നയിച്ചിരുന്ന തിരുവല്ല ശ്രീരാമകൃഷ്ണ ആശ്രമം. തിരുവല്ല ആശ്രമത്തിൽ ആദ്യകാലം മുതൽ സന്യാസിമാർ താമസിച്ചിരുന്ന മുറികളിലൊന്നാണ് വീദസ്പൃഹാനന്ദജി മഹാരാജും തിരഞ്ഞെടുത്തത്. ഇപ്പോഴും ആ വരാന്തയിൽ ഒരു ചാരുകസേര കാണാം. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഇതിൽ കണ്ണടച്ചിരിക്കുന്നതിനായിരുന്നു. കഴിഞ്ഞ 12 വർഷത്തോളം ഈ മുറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. ഓം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്നന്തി ദിവൈസ്തവേ വേദൈ സാംഗപദക്രമോപനിഷദേ ഗായന്തിയം സാമഗാ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം വിദുസുരാസുരഗണാ ദേവായ തസ്മൈ. വളരെ കാത്തിരിക്കുകയാണ്. വളരെ വിലപ്പെട്ട വാക്കുകൾ ഇനിയും വരുന്നു. അതിനിടയ്ക്ക് ഞാൻ 2 വാക്കുകൾ പറഞ്ഞ ഒരു സേവാ അപരാധം വന്നു പോകുമോ എന്ന പേടിച്ച് തന്നെ ആയാലും ശരി, ഞാൻ എന്നിട്ട് അറേഞ്ച് ചെയ്യാതെ തന്നെയാണ് പറയുന്നത്. കാരണം ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. എന്നോട് എത്രമാത്രം ഗാഠമായിട്ടാണ് അദ്ദേഹം, അല്ല ഓരോരുത്തരും വളരെ ഗാഠമായിട്ടാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷവും ഏതാണ്ട് 1 മാസവും അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ താമസിച്ച് ഏതൊരു കാര്യത്തിനും അദ്ദേഹത്തെ സഹായിക്കാൻ, ശാരീരികമായിട്ട് സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തും സേവാപരാധം വന്നിട്ടുണ്ടാവും. അതിനൊക്കെ ഭഗവാനെ ക്ഷമിക്കണേ എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് അദ്ദേഹം പോയതിൽ ഒരു സങ്കടവുമില്ല. എന്ന് വെച്ചാൽ അന്നേരം ഒന്നുകൂടിയിരുന്ന അമ്മമാരെ കരയാൻ തുടങ്ങിയപ്പോൾ കരയുന്ന ഒരാളും ഇവിടെ ഉണ്ടാകരുത്, വീട്ടിൽ പോയിട്ട് കരഞ്ഞാൽ മതി, പോയിട്ട് കൈ പൊട്ടി ചിരിച്ചുകൊണ്ട് യാത്ര അയക്കാൻ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാവൂ എന്ന് അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞ് അവർ കരച്ചിൽ നിർബന്ധമായിട്ട് അടക്കേണ്ടി വന്നു. ആവേശപൂർവ്വം ആനന്ദത്തോടുകൂടി ഭഗവാനിലോട്ട് നടന്നു കയറുന്ന അദ്ദേഹത്തെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് കിടക്കേണ്ടി വരരുത്. അങ്ങനെ അവസാനത്തെ 1 ദിവസത്തെ സ്മരണ മാത്രം ഞാൻ നോക്കട്ടെ. രാവിലെ 9 മണിയായപ്പോൾ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിൻ്റെ ദേഹസ്ഥിതി പരിശോധിക്കാനുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ശകലം കഫമുണ്ട്, അത് എക്സ്റേ എടുത്തപ്പോൾ അതുണ്ട്, അത്രയേ ഉള്ളൂ. മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടോ? ആ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ശരി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ആശ്രമത്തിൽ വന്ന് ഒരു 3 സ്പൂണ് ചോറ് കഴിച്ച് കിടന്ന് രാവിലെ പോകുന്നതിന് മുമ്പ് ഞാൻ സ്വാമി പറഞ്ഞു, ഇനി അധിക ദിവസം കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അതെ, ഞാൻ അധിക ദിവസം കൊണ്ട് നടക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ. ഒരു കൂടി വന്നാൽ ഒരു 40-45 വർഷം അത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ സ്വാമി അതിനെക്കുറിച്ച് പറയായിരുന്നു, എന്താ ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല, പിന്നെന്താ എന്നെ ഇങ്ങനെ വിശ്വസിക്കുന്നതൊക്കെ. അന്ന് അതല്ല പറഞ്ഞത്, ഒന്നിച്ചു പോകാൻ ആർക്കും സാധിക്കില്ല, ഒന്നിച്ചു വരികയില്ല, ഒന്നിച്ചു പോവുകയില്ല. അതുകൊണ്ട് അവരവരുടെ സമയത്ത്, സമയം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയുള്ളതാണ്. ഒരു 120 താമരയില വെച്ചിട്ട് ഒരു സൂചി കൊണ്ട് ഒരു കുത്തു കുത്തിയാൽ എല്ലാം കൃത്യമായിട്ട് സൂചി കടന്നു പോകുമ്പോൾ ആദ്യത്തേതോ അവസാനത്തേതോ എപ്പോഴാണ് മുറിഞ്ഞതെന്ന് നമ്മൾ ഒറ്റ കുത്തിനാണ് മുറിച്ചത്. പക്ഷേ ആ ഓരോ സൂചിയും കടന്നു പോകുന്നത്, ഓരോ ഇലയിലും മുറിച്ചു പോകുന്നത് വളരെ കൃത്യമായ സമയത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ഓരോ ജീവികളുടെയും, മനുഷ്യൻ്റെ ആയാലും ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെ ആയാലും അതുപോലെ എല്ലാം കൃത്യമായിട്ട് വളർന്നു മുറിച്ച സമയങ്ങളാണുള്ളത്. അപ്പോൾ ഇത്ര ഇല മുറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫലം, നിമിഷം അങ്ങനെ തുടങ്ങി ബ്രഹ്മാവിൻ്റെ ഒരു ദിനം കൽപ്പമായാലും ശരി, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ക്രമം ആയാലും ശരി, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അളന്നിട്ടുള്ളതാണ്.
ആരും ഒരേ സമയത്ത് പോയില്ല, ഒരേ സമയത്ത് വരികയില്ല. അതുകൊണ്ട് അവരവരുടെ സമയത്ത് പോകാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നത്. അത് അദ്ദേഹം നേരത്തെയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ ഇതുണ്ട്. അതുപോലെ തിരിച്ചു വന്നിട്ട് ഈ ആഹാരം കഴിച്ച് വിശ്രമിച്ച് ഒരു 3:45 ഞങ്ങൾ പശുക്കളെല്ലാം കാണാൻ പോയി. ഒരു 36 പശുക്കളും കുട്ടികളെയും എല്ലാം കൂടെ കാളകളും ഒക്കെ കൂടി അത്തണ്ട്. അദ്ദേഹം പോയി കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സന്തോഷമായിരുന്നു. ഓ, ഇന്നും പശുക്കളെ കാണാൻ സാധിച്ചു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അതെ, ചായ കുടിക്കാൻ എനിക്ക് പോകാൻ പറ്റുന്നില്ല, നീ ഒരു 1/2 ഗ്ലാസ് ചായ തന്നാൽ മതി. ഞാൻ പോയി 1 ഗ്ലാസ് ചായ കൊണ്ടുവന്ന് 1/2 ഗ്ലാസ് അദ്ദേഹം കുടിച്ചു, 1/2 ഗ്ലാസ് ഞാനും കഴിച്ച് ഒന്ന് വിശ്രമിച്ച്. എന്നിട്ട് 5:30 ആയപ്പോൾ ഞാൻ പറഞ്ഞ സ്വാമി അമ്പലത്തിൽ പോകാറായി, ദീപാരായണ സമയമായി. ഓ, എന്നൊരു കഴിച്ച് വേഗം എണീറ്റ് വന്നു, ഷർട്ട് ഇട്ടുള്ളൂ. ഞാൻ ഷർട്ട് ഇടാതെയാണ് സാറിന് ഇരിക്കുന്നത്. ഷർട്ട് ഇട്ടുകൊണ്ട് വന്നോളൂ, നമുക്ക് പോകാം. അദ്ദേഹം സ്വയം എണീറ്റ് ഇത് പിടിച്ചത് വടിയെടുത്ത് മുന്നോട്ട് നടന്നു. ഞാൻ അപ്പോഴത്തേക്ക് ബാത്റൂമിൽ പോയി അത് കഴിഞ്ഞ് കൈയും കാലും ഒക്കെ കഴുകി ഷർട്ട് ഇട്ട് വന്ന് അപ്പോൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ഞാൻ പുറകെ പോകുന്നു, അദ്ദേഹം വന്ന് പോകുന്നു. ആ 10-12 സ്റ്റെപ്പുകൾ അനായാസമായിട്ട് അദ്ദേഹം കയറി ചെന്ന് അമ്പലത്തിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഒരു 4 ഇൻ്റർലോക്ക് നടക്കണം, അത്രയേ ഉള്ളൂ. ആ പടികൾ 3 കടക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. ഒന്ന് നോക്കി, 2 നോക്കി, പറ്റിയില്ല. എന്നാൽ വീൽ ചെയർ എറിഞ്ഞുകൊണ്ട് സ്വാമി ഇന്നലെ വീൽ ചെയർ കേടായതുകൊണ്ട് നമുക്ക് ഇന്ന് പശുക്കളെ കാണാൻ പോയതുപോലും നടന്നല്ലേ പോയത്. അത് ശരി, അതിനി നന്നാക്കി വെക്കണം അല്ലേ. ശരി, ഞാൻ ഒന്നുകൂടെ നോക്കാം സ്വാമി, നമുക്കൊന്ന് വെക്കാം. ഒന്നുകൂടെ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് നീ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് നീ പോയി തൊഴുതിട്ട് വരാൻ പറഞ്ഞു. ഇതാണ് ആ സമയത്ത് പോലും ചില മിനിറ്റുകളേ ഉള്ളൂ ബാക്കി, എങ്കിൽ പോലും എന്നോട് പറഞ്ഞു എന്നെ ഇവിടെ ഇരുത്തിയിട്ട് നീ പോയി തൊഴുതുക. ഞാൻ ഓടി വരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട് ഓടി വരുന്ന അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെ പിടിച്ച് താഴെ ഇരുത്തി അദ്ദേഹം കിടന്ന് ഒരു വിരിപ്പ് ഒക്കെ വിരിച്ച് ഒരു തലയണ അമ്പലത്തിൻ്റെ മുറ്റത്ത് പടിയുടെ തൊട്ട് താഴെ വെച്ച് ഞാൻ ഓടിപ്പോയി തൊഴുത്. ഭഗവാൻ എങ്ങനെയാണ് തൊഴുതു, ചാകരം വെച്ച് ആരതിയുടെ തൊഴുത് ഒരു കസേര എടുത്തുകൊണ്ട് ഓടി ചെന്നു. ഇങ്ങനെ തറയെ കിടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അപ്പോഴത്തേക്ക് കുറേ പേര് അമ്പലത്തിൽ നിന്ന് ഒരു സ്വാമി വന്ന് തൊഴുത് കസേര എടുത്തുകൊണ്ട് ഓടി പോന്നു. എൻ്റെ പുറകെ വന്നു. നോക്കിയപ്പോൾ ഇതാണ് സ്വാമിയെ ഞങ്ങൾ എടുത്ത് കസേര എടുത്ത് അവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ്, ഒരു 8-10 പേര് കൂടിയിട്ടുണ്ടാവും. ഈസിയായിട്ട് അദ്ദേഹത്തെ ആ ചെയറിൽ ഇരുത്തിയിട്ട് പിന്നെ നോക്കിയപ്പോൾ അദ്ദേഹം വേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീശി, അപ്പോൾ കൂടെയുള്ള അമ്മമാരൊക്കെ വീശി ഞാൻ ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുത്തു. മുഖം കൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ഇത് കൊണ്ടുവന്നു, ഗംഗാജലം കൊണ്ടുവന്നു, അതുപോലെ ഭഗവാന്റെ തീർത്ഥവും കൊണ്ടുവന്നു. അതൊരു 4 തുള്ളി കൊടുത്തു, തീർത്ഥവും ഒരു 4 കൊടുത്തു. അപ്പോൾ മറ്റുള്ളൊരു സ്വാമി ഞങ്ങളോട് കൊടുത്തു പോകും. ഇതൊക്കെ അദ്ദേഹം കഴിച്ചു. അമ്മമാർ ചോദിച്ചു. അപ്പോൾ ഈ ഗംഗാജലം കൊടുക്കുന്ന കണ്ടപ്പോഴാണ് അമ്മമാരൊക്കെ അറിയാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു ഗംഗാജലം എപ്പോഴും ഗംഗാജലം കഴിക്കാം, നമ്മൾ കഴിക്കുന്നതൊക്കെ കരയുന്ന ആൾക്കാരെ ഇവിടെ നിൽക്കരുത്, നിങ്ങൾ പോകണം. പിന്നെ കരയാതെ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞയക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇവിടെ നിൽക്കാവൂ. അങ്ങനെ അദ്ദേഹത്തെ പിന്നെ 2 ബെഞ്ച് കൊണ്ടുവന്ന് അതിൽ വിരിച്ച് അവിടെ കിടത്തി. അപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു. ചോദിച്ചു, ഞാൻ നിർദ്രാജ് ചോദിച്ചു, പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ സംശയമാണ്. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു, അതെ ഉറപ്പാക്കാം. അപ്പോൾ സ്വാമിയെ വിളിച്ച് പറഞ്ഞോളൂ. അത് പറയുമ്പോൾ ഏതാണ്ട് 6 മണിക്ക് 5 മിനിറ്റില്ല. അങ്ങനെ അന്ന് അദ്ദേഹം പോയി എന്നുള്ളത് ഞാൻ ഉറപ്പാക്കണം. എന്നാലും ശരി, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ പോയി എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം രാവിലെ അപ്പോഴത്തേക്ക് സ്വാമി വന്നു. 7:30 കഴിഞ്ഞപ്പോൾ 7:45 സ്വാമി വന്നു. ഞങ്ങൾ കൊണ്ടുപോയി കുളിപ്പിച്ച് ഭസ്മം ഇതെല്ലാം പുരട്ടി ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള മാലകളെല്ലാം ചാർത്തി. അവിടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് 2-3 നെല്ലിക്ക അവിടെ കെട്ടിയത് ഒരു പൂളക്കായും ഞാൻ കൊണ്ടുവന്നിരുന്നു, കയ്യിൽ വെച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഭഗവാനെ കാണാൻ പോകുന്നതിന് എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ച് പിന്നെ കൊണ്ടുവന്ന് കെടുത്തി നിലവിളക്ക് കൊടുത്തി. ഞങ്ങൾ ഒരു 7:45 കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി.
അത് കഴിഞ്ഞിട്ട് ഗീത, അത് കഴിഞ്ഞ അങ്ങനെ 3 ആവർത്തി കഴിഞ്ഞപ്പോൾ 3 പ്രാവശ്യം ഗീതയും ചൊല്ലി, സഹസ്രനാമം ചൊല്ലി, ലളിതാസഹസ്രനാമം ചൊല്ലി, പിന്നെ ഭാഗവതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ നമ്മുടെ ഭജനാവലിയുള്ളത് അതൊക്കെ ചൊല്ലി ഭജനകളൊക്കെ പാടി രാവിലെ 7:30 കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴത്തേക്ക് സ്വാമിമാരൊക്കെ വന്നു. അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, നാട്ടുകാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ എടുത്ത് അഗ്നിയിലോട്ട് പകർന്നു. ഇപ്പോഴത്തെ കാലത്ത് വിറകല്ലല്ലോ, വിറക് കുറച്ചൊക്കെ വയ്ക്കുമെങ്കിലും അതെ ഗ്യാസിലാണ്. 8:30 ആയപ്പോൾ ഗ്യാസിൻ്റെ മൂടി അടച്ചു. പിന്നെ 11 മണിക്ക് മുമ്പേ ഞങ്ങൾക്ക് പിറ്റേ ദിവസം അന്ന് വൈകിട്ട് ഗംഗാജലത്തിൽ കഴിയാതെ കുളത്തിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ 6:15 അങ്ങനെ വർക്കലയിലുള്ള മഹാതീർത്ഥത്തിൽ അങ്ങനെ ഞാനിപ്പോഴും വിചാരിക്കുന്നു ആനന്ദസാഗരത്തിൽ ആറാടുന്നു. അദ്ദേഹം സച്ചിദാനന്ദത്തിൽ ലയിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്താ പറയുക, ഇനിയും നമുക്ക് സ്വാമിജി അതേ ഭാഷണങ്ങൾ കേൾക്കാം. എല്ലാവർക്കും ഞാൻ അദ്ദേഹത്തിൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു. ജയ രാമകൃഷ്ണ അമ്മേ സ്വാമിജി. വിഘ്നേശം വിഘ്നശാന്ത്യർത്ഥം വാണീം വാച പ്രവർത്തയേ ഗുരുൻ ഗൂഢാർത്ഥഭാനായ പ്രണതോസ്മി നിരന്തരം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഭേദാത്മാക്കളെ, ഞാൻ കൂടെ ഈ നെട്ടയം ആശ്രമത്തിൽ പോകുമായിരുന്നു. ഇപ്പം നെട്ടയം ആശ്രമത്തിൽ പോകുമ്പം വീതസ്പൃഹാന സ്വാമിജിയുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. അപ്പോൾ ആ ഡയറിയിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ സ്വാമിജി എന്നെ വിളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മളെ ശാരദാദേവി അഭേദാനന്ദ സ്വാമിജി സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട്. അപ്പം പ്രേമൈക ബിന്ദും ചിരദഗ്ധ ചിത്തേ വിഷിഞ്ച ചിത്തം കുരുന്ന സുശാന്തം. അപ്പോൾ ഇത് ചൊല്ലിയിട്ട് ചോദിക്കും, ഇതെന്താ? അപ്പം പ്രേമൈക ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പ്രേമം എന്താണ്? ഭഗവാനോടുള്ളതായ നിരതിശയമായിരിക്കുന്ന പ്രേമസ്വരൂപം. അത് വലിയൊരു സമുദ്രമാണ്. അതെല്ലാം ഒന്നും വേണ്ട, ഒരു ചെറിയ ബിന്ദു മതി. അതാണ് അതിൻ്റെ ആ പ്രയോഗത്തിൻ്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത്. ചിരദഗ്ധ ചിത്തേ, വിഷമിച്ചിരിക്കുകയാണ് ചിത്തം. എന്തുകൊണ്ടാണ് ചിത്തം വിഷമിച്ചിരിക്കുന്നത്? പ്രേമമില്ല, ഭഗവാനെ ഓർത്തുകൊണ്ടല്ല ഇരിക്കുന്നത്, വിഷയങ്ങളെ ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്യതേ മാ മനസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ എന്നാണ്. അപ്പം അങ്ങനെ ഭാഗവതത്തിലെ ആ കാര്യമൊക്കെ എടുത്തിട്ട് സ്വാമിജി പറയും, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് എത്ര ഇതായിട്ടാണ് അഭേദാനന്ദ സ്വാമിജികൾ വർണ്ണിച്ചിരിക്കുന്നത് ശാരദാദേവിയുടെ മഹത്വം. അത് എപ്പോഴും ഓർക്കണം എന്നോട് പറഞ്ഞു തരും. അതുകൂടാതെ ചില സമയത്ത് നമ്മുടെ പ്രകാശാനന്ദ സ്വാമിജി എന്ന് പറഞ്ഞൊരു സ്വാമിജി ഉണ്ടായിരുന്നു. തത്വാനുസന്ധാനം, ഭഗവത്ഗീത ഇതൊക്കെ എഴുതിയത്. അപ്പോൾ ഗീതയിലെ 5-ാം അധ്യായം എടുക്കാൻ പറയും. എടുത്തു. പ്രകാശാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം അവിടെ വെക്കും. അപ്പോൾ അന്ന് നമ്മുടെ ഈശ്വരാനന്ദ സ്വാമിജിയുള്ള കഥയൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ശ്ലോകമുണ്ട് അതിനകത്ത്. ബാഹ്യസ്പർശേ ഷസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയ്യമശ്നുതേ. അപ്പോൾ എന്നോട് ചോദിക്കും സ്പർശം എന്താണ്? പറഞ്ഞ സ്പർശങ്ങൾ വിഷയങ്ങൾ എന്നാണ് ശങ്കരഭാഷ്യത്തിലും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാഹ്യസ്പർശേ ഷസക്താത്മാ എപ്പോഴാണ്? അത് സ്വാമിജി പറഞ്ഞുതരും, ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ അതേ ബാഹ്യസ്പർശങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ, ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. വിന്ദത്യാത്മനി യത് സുഖം, അന്നേരം കിട്ടുന്ന സുഖം എവിടെ? അത് ആത്മാവിൽ തന്നെയാണ് സുഖം കിട്ടുന്നത്. പക്ഷേ അവിദ്യാകരണം ഉള്ളതുകൊണ്ട് അറിയുന്നില്ല. അപ്പോൾ പിന്നെ ഉറക്കത്തിൽ എന്നെങ്കിൽ അങ്ങനെ പരമേശ്വരനുമായിട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. സ്വമഭീതോ ഭവതി, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ അന്നേരം നേരിട്ട് അറിയുന്നില്ല എന്നൊരു ആവരണം അവിടെ ഉണ്ട്. സമാധിയിൽ അതില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഉണർന്നു കഴിയുമ്പോൾ ഇതങ്ങ് നഷ്ടപ്പെടും. പക്ഷേ ബ്രഹ്മയോഗത്തിൽ പോയവന് അക്ഷയമശ്നതേ, ഒരിക്കലും നശിക്കാത്ത അതാണ് അക്ഷയമശ്നതേ. അപ്പം അക്ഷയമായിരിക്കുന്ന സുഖം ഇന്നതാണ് എന്ന് പറഞ്ഞ് ഈശ്വരാനന്ദ സ്വാമിജിയും പ്രകാശാനന്ദ സ്വാമിജിയും തമ്മിൽ നടന്നതായ ഡിസ്കഷൻസ്, ചർച്ചകൾ, അതുവഴി ഈശ്വര സാക്ഷാത്കാരം യുക്തിചിന്തയിലൂടെ അങ്ങനെയുള്ളതായ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ ഇതൊക്കെ എടുത്ത് പറയും. അത് കഴിഞ്ഞ് ഈ ചില ഡിക്ഷണറി ഉണ്ട്, നിഘണ്ടു, അതിനകത്ത് 2 അർത്ഥം വരുന്നതായ പദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാമിജിയുടെ അച്ഛന് മുത്തശ്ശൻ ഇവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്.
അപ്പോൾ അവരവിടെ ചെല്ലുമ്പം പുണ്യജനാർച്ചിതൻ പുണ്യജനാന്തകൻ എന്ന് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ ഈ പുണ്യജനാർച്ചിതനും പുണ്യജനാന്തകനുമായിട്ട് വരുന്നത്. ഇപ്പം പുണ്യജനത്തിനെ കൊല്ലുന്നവൻ ഒരർത്ഥമാണ്, പുണ്യജനത്താൽ അർച്ചിക്കുന്നവൻ എന്നാണ്. അപ്പം പുണ്യജനങ്ങൾ അർച്ചിക്കുന്നു. അപ്പം അതെങ്ങനെ വരുന്നു? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു അമരകോശത്തിലുണ്ട് യാതുധാന പുണ്യജന. അപ്പം അസുരന്മാർക്ക് പുണ്യജനം എന്നുണ്ട്. അപ്പം പുണ്യജനാന്തകൻ എന്ന് പറയുന്നിടത്ത് എങ്ങനെ എടുക്കണം? പുണ്യജനാന്തകൻ എന്ന് പറയുന്നിടത്ത് അസുരൻ എന്ന് എടുക്കണം. പുണ്യജനാർച്ചിതൻ എന്ന് പറയുന്നിടത്ത് പുണ്യജനം എന്ന് പറഞ്ഞാൽ യേഷാം ദ്വന്ദ്വഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതാഹ. അങ്ങനെ വേണം അർത്ഥമെടുക്കാൻ. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇത് കൂടാതെ വേറെ വേറെ ഇങ്ങനെ ഓരോന്ന് ചെല്ലുമ്പോൾ സ്വാമിജിയുടെ ഡയറി ഉണ്ട്. ആ ഡയറിക്കകത്തുനിന്നാണ് ഇതെടുത്ത് ഓരോന്ന് പറയുന്നത്. അപ്പം ശിക്ഷ ഇങ്ങനെയാണ് ഉച്ചരിക്കുന്ന ശാസ്ത്രം, അതിനെപ്പറ്റി ഇങ്ങനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അനേകാർത്ഥ മഞ്ജരി എന്നും പറഞ്ഞിരുന്നുണ്ട്. അതെല്ലാം കയ്യിലിരിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യമാണ്, ഒരു പുസ്തകവും അവിടെ ഇരുന്ന് എഴുതിയെടുക്കാം, എല്ലാം ചെയ്യാം. പിന്നെ അങ്ങനെ ഇങ്ങനെ കൊടുത്തു വിടത്തില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോകും. അത് മറ്റാരോടും ചോദിക്കത്തില്ല. പുസ്തകമാണെങ്കിൽ കൊടുത്തു വിടരുത്, ആരോടും ചെന്ന് ചോദിക്കാനും പാടില്ല എന്നുള്ളതാണ് സ്വാമിജിയുടെ സുദൃഢമായ അഭിപ്രായം. ഇങ്ങനെ അത് ചിലപ്പോൾ സ്പെഷ്യൽ, അത് ജനറലായിട്ട് സാമാന്യമായ നിയമമുണ്ട്, സ്പെഷ്യലായിട്ടുള്ള റൂൾസ് ഉണ്ട്. ഇപ്പം ജനറലി ഇതാണ് റൂൾ. പിന്നെ അദ്ദേഹം വെരി വെരി സ്പെഷ്യൽ ആയതുകൊണ്ട് അതൊരു വേറൊരു കാര്യം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം എനിക്ക് ഒരെണ്ണം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ഞാനും അത് എടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കും. അപ്പം സ്വാമിജി അങ്ങനെ നല്ലവണ്ണം നമ്മളെ ചിന്തിപ്പിക്കും, എടുക്കും, കഥകളൊക്കെ പറയും. വളരെ സ്നേഹമാണ്, സ്നേഹത്തോടു കൂടി കൃഷി ഇങ്ങനെയാണ് അതൊക്കെ കാണിച്ചു തരും. ഒരു പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ചുമ്മാ പ്ലാവെ കയറ്റി ഒരു ചക്കയൊക്കെ ഇടിപ്പിച്ചിട്ട് അതൊക്കെ കൂട്ടാനൊക്കെ അവിടെ നിന്നാക്കി ഒക്കെ തന്നു. അങ്ങനെ സ്വാമിജി വളരെ സ്നേഹസമ്പന്നനാണ്. ഒപ്പം നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരും. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം സ്വാമിജിയുടെ ഈ അവിടെ നെട്ടയത്ത് പോകുന്നതും വർത്തമാനം പറയുന്നതും എല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. പിന്നെ എന്നോട് വളരെ സ്നേഹമാണ്, വളരെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിലൂടെ ഇതൊക്കെ ഒന്നും ആവശ്യമില്ലെങ്കിലും ആവശ്യമുള്ളതായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക, ഒന്നും വേണ്ട. എന്നിരുന്നാലും നൈവാത്മന പ്രഭരയം നിജ ലാഭപൂർണ്ണോ മാനജനാദവിദുഷ കരുണോ പ്രണയത്തെ യദ്യജനോ ഭഗവത്തെ വിദധിതമാനം തച്ചാത്മനെ പ്രതിമുഖസ്യ യഥാമുഖശ്രീഹി എന്നുള്ള മട്ടി പറയും. എനിക്കെന്താ കൊണ്ടുവന്നിട്ടുള്ളത്? എന്താ ഒന്നും കൊണ്ടുവരാഞ്ഞത്? അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം. അപ്പോൾ അതവിടെ അന്നേരം പറയും, കൊടുത്തു കഴിയുമ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് നിങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊരു സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞ് അത്യധികം സ്നേഹമായിട്ട് ഇരിക്കും. അങ്ങനെ വിദുസ്മൃഹാനന്ദ സ്വാമിയുടെ ആ സ്നേഹം, വിദുസ്മൃഹാനന്ദ സ്വാമിജി എനിക്ക് ഈ പറഞ്ഞു തന്ന വഴിയാണ് ശാരദാദേവിയോടുള്ള പ്രണയിക ബിന്ദും ചിരദഗ്ധ ചിത്തേ വിഷിഞ്ച ചിത്തം ഉരുന്ന സുശാന്തം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഓർക്കാറുണ്ട്. അതുപോലെ ബാഹ്യസ്പർശേഷു സക്താത്മ എന്നുള്ള ശ്ലോകം അല്ല, എല്ലാം അങ്ങനെ ഓർക്കാറില്ലെന്നല്ല. അപ്പോൾ സ്വാമിജിയെ ഞാൻ സ്മരിക്കുന്നു. അങ്ങനെയാണ് സ്വാമിജിയുടെ ആ മഹാത്മ്യം. അതങ്ങനെയാണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്ഷരം പ്രധാനം അമൃതാക്ഷരം ഹരഹ ക്ഷരാത്മന വീശത്തെ ദേവ ഏകഃ തസ്യാഭിധ്യാനാത് യോജന തത്വഭാവാത് ഭൂയശ്ച അന്തേ വിശ്വമായ നിവൃത്തി. അപ്പം ഈ ക്ഷരിക്കുന്നതാണ് ബാക്കിയെല്ലാം. അമൃതാക്ഷരമായിരിക്കുന്നത് പരമേശ്വരനാണ്. ആ പരമേശ്വരനെ പറ്റി ആത്മസ്വരൂപത്തെ ശ്രവിച്ച് വിചാരം ചെയ്ത് അഭിധ്യാനം ചെയ്ത് പരാഭിധ്യാനത്താൽ തിരോഹിതമായിരിക്കുന്ന ആത്മസ്വരൂപം ആവിർഭാവം ചെയ്ത് ആ പരമേശ്വരനെ ധ്യാനിച്ച് ബ്രഹ്മരൂപമായി അവസ്ഥാനം ചെയ്യുന്നതായ സ്വാമിജിയുടെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിരഞ്ജനം നിത്യമനന്തരൂപം ഭക്താനുകമ്പാധര വിഗ്രഹം വൈ ഈശാവതാരം പരമേശമീഢ്യം തം രാമകൃഷ്ണം ശിരസാ നമാമി. എനിക്ക് വിദസ്മൃഹാനന്ദ സ്വാമിജിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ ജോയിൻ ചെയ്ത ദിവസം മുതലുള്ളതാണ്. രാമകൃഷ്ണ മിഷനിൽ ജോയിൻ ചെയ്ത ദിവസം മുതലുള്ള ബന്ധമുണ്ട്. അത് ജീവിതത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഇന്ന് ഒരു ദിവസം മുഴുവനും പറയാനുണ്ടെങ്കിലും ചില 1-2 സംഭവങ്ങൾ മാത്രം പറയാം. ഞാൻ കാലടി ആശ്രമത്തിൽ ചെല്ലുന്നു ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് ഗണേൻ സ്വാമി അവിടെയല്ല, സ്വാമിയാണ് പ്രസിഡന്റ്, സ്വാമി ബോംബെയിലാണ്.
അപ്പം അന്ന് അവിടെ ഈ ഹോസ്റ്റലിലെ കുട്ടികൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇപ്പം ഗണാൻ സ്വാമി ഇല്ല, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിട്ട് ഗണാൻ സ്വാമി വന്നിട്ട് വരൂ എന്ന് അന്ന് അവിടുത്തെ സീനിയർ മോസ്റ്റായ അമിതാഭാൻ സ്വാമി പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന്, അപ്പോൾ എൻ്റെ കയ്യിൽ ആന്ധ്രാപ്രദേശിലുള്ള ഒരു ആശ്രമത്തിൻ്റെ അഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും മടങ്ങി വീട്ടിലേക്കില്ല, ഇനി ആന്ധ്രയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഇത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ബ്രഹ്മചാരി ഇന്ന് മാംഗ്ലൂർ ആശ്രമത്തിൻ്റെ മഠാധിപതിയുമായ ചിതകാമാനന്ദ സ്വാമി വീരസ്മാൻ സ്വാമി പറഞ്ഞു. അപ്പോൾ വീരസ്മാൻ സ്വാമി ഉച്ചയ്ക്ക് ശേഷം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ താമസിക്കുന്നത് മലയാറ്റൂർ പള്ളിയുടെ പുറകുവശത്തായിട്ടൊരു സ്ഥലത്താണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ അവിടെ വന്ന് താമസിക്കാമോ? ഓ, ഞാൻ താമസിക്കാം. എന്നാൽ നമുക്ക് നാളെ രാവിലെ അവിടെ പോയി താമസിക്കാം, ഗണാൻ സ്വാമി വരുമ്പോൾ തിരിച്ചു വന്നാൽ മതി. ശരി എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില ഡിസ്കഷനൊക്കെ ഉണ്ടായി അവിടെ സ്വാമിമാരുടെ ഇടയിൽ. കാരണം മടങ്ങിപ്പോവുകയില്ല, ഞാൻ ആന്ധ്രയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ഒരു ബ്രഹ്മചാരി നമുക്ക് നഷ്ടപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് വിദസ്മാൻ സ്വാമി അന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി പാണ്ഡുപാറ താമസിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ രാമകൃഷ്ണ മിഷനിലെ സ്വാമിയായത്. പിന്നെ സ്വാമിജിക്കുള്ള ഒരു വലിയ പ്രത്യേകത എന്താണെന്നാൽ, ഈ നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രതിപക്ഷ ബഹുമാനം. പക്ഷെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത് വീരസ്വാമി സ്വാമി മാത്രമേ ഉള്ളൂ. സ്വാമിജി ഒരാളെ വഴക്ക് പറയുമ്പോൾ പോലും ബഹുമാനമില്ലാതെ സംസാരിക്കില്ല. അതുപോലെ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് സ്വാമിയുടെ വായിൽ നിന്ന് വരില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പണിക്കാർ ജോലിക്കാരെയൊക്കെ വഴക്ക് പറയുന്ന സമയത്ത് പോലും വേദന ഉണ്ടാവുന്ന ഒരു വാക്ക് സ്വാമിയുടെ വായിൽ നിന്ന് വരില്ല. ഒരു ഭയങ്കരമായ ഒരു കൺട്രോൾ ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ മറ്റൊന്ന്, അത് കേൾക്കാൻ അത്ര രസമുള്ള കാര്യം അല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. വേദനിപ്പിച്ചിട്ടുള്ള ഒരു സന്യാസിയെ പരമാവധി എന്ത് പറഞ്ഞ് വേദനിപ്പിക്കാമോ അതുവരെ വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരോടും സ്വാമിക്ക് വിദ്വേഷമില്ല. കരടിൽ വെച്ചുണ്ടായിട്ടുണ്ട്, കോഴിക്കോട് വെച്ചുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് 2 അധ്യാപകരായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതിലൊരാളിൻ്റെ പ്രൊമോഷൻ വരുന്ന സമയത്ത് ഞാനാണ് അവിടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി അന്ന് സ്വാമിയുടെ പേരിൽ, അന്ന് സ്വാമി തിരുവനന്തപുരത്തുള്ളപ്പോഴാണ് ഞാൻ സ്വാമിയെ സമീപിച്ചിട്ട് പറഞ്ഞു, സ്വാമിജി ഇതുപോലെ ഇന്ന അധ്യാപകന് ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ട്, അത് കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അത് ചോദിച്ചു. അയാളും പിന്നെ വേറെ അവർ 2 പേരോടെ ചേർന്നല്ലേ സ്വാമിയുടെ പേരിലെന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവസാനം അത് കോടതിയിൽ വരെ എത്തിയത്. ഓ, ഞാനതൊക്കെ അങ്ങ് മറന്നു, എനിക്കതൊന്നും അറിയില്ല. സ്വാമി ആ കേസിൻ്റെ നമ്പർ ഒന്ന് തന്നാൽ മതി. എന്തെങ്കിലും ഒരു പേപ്പർ തന്നില്ല. പറയും ഞാനതൊക്കെ അന്നേ കളഞ്ഞു, എനിക്കറിയില്ല. സ്വാമി അത് ഏത് വർഷമാണെന്ന് പറഞ്ഞാൽ മതി. അതേ പറഞ്ഞു, അതെ എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല, പിന്നെ എന്തിനാ ഞാൻ ഇനി അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ശരിയായ സന്യാസ ജീവിതം അത്ര വരെ ദ്രോഹിച്ച് സ്വാമി ചെയ്യാത്ത, മനസാ വാച കർമ്മണ അറിയാത്ത കഥകളുണ്ടാക്കി സ്വാമിയെ കോടതി കയറ്റിയത് ആശ്രമത്തിലെ 2 അധ്യാപകരാണ്. അവസാനം അത് കോടതിയിൽ വാദിച്ചതൊന്നും ഉണ്ടായില്ല, കോടതിയിൽ ഒരു വാദം ഉണ്ടായില്ല. സ്വാമി കുറേ ആൾ പോയിട്ട് വന്നു എന്നല്ലാതെ ആദ്യം തന്നെ അതിൽ പരാതിക്കാരനായ കുട്ടിയെ കോടതിയിൽ വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടി കരയാൻ തുടങ്ങി. അവസാനം പിന്നെ ഞാൻ കേട്ടത് കുട്ടിയുടെ അച്ഛൻ അവിടുന്ന് കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പറയാം, ഇതൊന്നും എനിക്കും അറിയില്ല, സ്വാമിക്കും അറിയില്ല, ഇങ്ങനെയുള്ള ഒരു സംഭവമില്ല, ഇതെല്ലാം സാറന്മാർ 2 പേരുടെ എഴുതി ഉണ്ടാക്കിയിട്ട് എന്നോട് ഒപ്പിടാൻ പറഞ്ഞതാണ്. പക്ഷേ ഇത്രയായിട്ടും അദ്ദേഹം പറഞ്ഞത് എനിക്കത് അറിയില്ല, ഞാനത് മറന്നിരിക്കുന്നു, അതിൻ്റെ ഒരു തെളിവ് എൻ്റെ കയ്യിലില്ല. അപ്പൊ അന്ന് അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞ ആ കേസിന്റെ നമ്പറോ അല്ലെങ്കിൽ ഏതാ വർഷമോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേസെടുക്കാൻ സ്വാമി എന്നോട് പറഞ്ഞ അതിൻ്റെ പേരിൽ അവരെ ഉപദ്രവിക്കരുത്, വേണ്ട, അയാൾക്ക് കിട്ടാനുള്ളതൊക്കെ അയാൾക്ക് കിട്ടിക്കോട്ടെ, എനിക്കൊരു വിരോധവും ഇല്ല. ഒരു സാധാരണ മനുഷ്യരെ നമ്മളിൽ ആർക്കെങ്കിലും സാധിക്കുന്ന ഒരു കാര്യമാണ്. ദ്രോഹിക്കേണ്ട എന്ന് പറയുമായിരിക്കും, എങ്കിൽ പോലും
അവരോടുള്ള ആ ഒരു വൈരാഗ്യ മനോഭാവം പക്ഷെ സ്വാമിജിയിൽ അത്ര പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ യോഗപ്രധാൻ സ്വാമി പറഞ്ഞു പുസ്തകത്തിൻ്റെ കാര്യം. ഞാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹത്തിന് ഞാൻ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. ഞാൻ 2-3 പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നൊക്കെ നല്ല നെട്ടയത്തുള്ളപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ സ്വാമിയാണ്. ഒരു പുത്രനോടുള്ള ഒരു സ്നേഹം അത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. യോഗപ്രധാൻ സ്വാമിക്ക് ഓർമ്മയുണ്ടാവില്ല, ഒരിക്കൽ യോഗപ്രധാൻ സ്വാമിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാള് അപ്പോഴും പറയുന്നതാണ്, അവനൊന്നും പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഒരു മകനെ പോലെ അത്ര കണ്ട്. ഞാൻ പലപ്പോഴും അതെ ഈ പറഞ്ഞ പോലെ പുസ്തകമൊന്നും മാത്രമല്ല എന്ത് കാര്യമായാലും ഞാൻ എന്ത് പറഞ്ഞാലും സ്വാമി ഒരിക്കലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നാരായൺപൂരുള്ളപ്പോൾ ഇവിടുന്ന് ഇടയ്ക്ക് ഫോൺ ചെയ്യും. അപ്പോൾ ഇപ്പം നിങ്ങൾ എവിടെയാ? നാരായൺപൂരാണ് സ്വാമി. ഓ അത് ശരി, അവിടെ നക്സലൈറ്റൊക്കെ ഉള്ളിടത്ത്. അതെ. അപ്പം എന്താ സ്വാമി വിളിച്ചത്? ഒന്നുമില്ല, നിങ്ങൾ എവിടെയാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല, അപ്പം അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. അപ്പം ഈ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ സ്വാമിജി എൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മ വെച്ചു. അവസാനം ഞാൻ കാണുമ്പോഴും അതെ, ഞാൻ ഇന്നാരാണെന്ന് സ്വാമിയോട് ഞാൻ പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ എത്തിയോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും ഞാൻ ഇന്ന ആളാണെന്ന് സ്വാമിയോട് പറയേണ്ടി വന്നിട്ടില്ല, പരിപൂർണമായും ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ പോലും. പിന്നെ രസകരമായ കാര്യങ്ങൾ, സ്വാമിയുടെ രസകരമായ കാര്യം ഒരുപാട് കഥകളുണ്ട്, അതെല്ലാം പറയാൻ പറ്റില്ല. ഒരു സംഭവം പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. ഇവിടെ തിരുവല്ലയിൽ നടന്നൊരു സംഭവമുണ്ട്. അതെന്താണെന്നാൽ അന്ന് ഗഡാൻ സ്വാമി വീരസ്വാമി സ്വാമി അന്നിവിടെ ബ്രഹ്മചാരിയാണ്. കൂടെ ശ്രീധരൻ എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് സന്യാസം എടുത്ത പുരന്ദരാനന്ദ സ്വാമികൾ അന്ന് ബ്രഹ്മചാരിയാണ്. ഇവരൊക്കെ ഇവിടെ ഉള്ള സമയത്താണ് ആരോ ഒരു ഭക്തൻ ചെമ്പരത്തി വരിക്ക ഒരു ചക്ക കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഗഡാൻ സ്വാമി അന്ന് നിരഞ്ജനാൻ സ്വാമി ആശ്രമം മഠാധിപതിയാണ്, ആശ്രമം പ്രസിഡൻ്റാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ ഗഡാൻ സ്വാമിയാണ് അഡ്മിനിസ്ട്രേഷനൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഗഡാൻ സ്വാമി പറഞ്ഞു ഇത് ഇവിടെ എടുത്ത് വെച്ചേക്കൂ, പഴുക്കട്ടെ, അപ്പം നമുക്കിതിൻ്റെ കുരു എടുക്കണം എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതങ്ങനെ ഇരുന്നു. അത് പഴുത്തു. ഒരു ദിവസം രാവിലെ ഗഡാൻ സ്വാമി പുറത്തേക്ക് പോവാണ്. അപ്പോഴേ പറഞ്ഞു ചക്ക പഴുത്തിട്ടുണ്ടല്ലോ, മുറിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ ബ്രഹ്മചാരിമാർ 2 പേരുണ്ടല്ലോ, ഇവർ ചെയ്ത പണി എന്താണെന്നാലേ, അല്ലെങ്കിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, ബ്രഹ്മചാരി ശതമർക്കടഹ എന്നാണ്. ഒരു ബ്രഹ്മചാരി 100 കുറയ്ക്കുന്നത്, അത്രയും കുരുത്തക്കേടുകൾ ഒപ്പിക്കുന്നു പറയും. ഇത് ഗഡാൻ സ്വാമിയാണ് എന്നോട് പറഞ്ഞു തന്നത്. എന്തായാലും കൊള്ളാം. ഇവർ 2 പേരും കൂടെ ഒരു 10 മണിയായപ്പോൾ വീരസ്വാമി സ്വാമി അറിയാണ്, നമുക്ക് ഈ ചക്ക അങ്ങ് മുറിച്ചാലോ? മുറിക്കാം. ഇപ്പം മുറിച്ചു കഴിഞ്ഞപ്പോൾ ഈ മുറിപ്പാടിൽ മുറിഞ്ഞു പോയ ഒരു തൊള്ളയുടെ കഷ്ണം എടുത്ത് തിന്നിട്ട് പറഞ്ഞു, ഇത് നല്ല മധുരമുണ്ട്, നിങ്ങളൊരു കഷ്ണം കഴിച്ചു നോക്കിയെന്ന്. അപ്പോൾ പുരന്ദരൻ സ്വാമി അന്ന് ശ്രീധരനാണ്, കഴിച്ചു. നല്ല മധുരമുണ്ടെന്ന് പറഞ്ഞു. ചുരുക്കം മുറിഞ്ഞത് 1-2 ഓരോരുത്തരും കഴിച്ചു. അപ്പോൾ വീരസ്വാമി സ്വാമി ചോദിച്ചു, ഇതിലൊരു മുറി ചക്ക കഴിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? അപ്പോൾ പറഞ്ഞു, അല്ല അത് നിങ്ങൾ കഴിക്കുമോ? ഞാൻ കഴിക്കും. എന്നാലും ഞാനും കഴിക്കും. എന്നാൽ നമുക്കൊന്ന് നോക്കാവുന്ന. അവർ 2 പേരോട് അറങ്ങി തിന്നു തീർത്തു. കഴിഞ്ഞു പരിപാടി. അപ്പോൾ ഈ വളരെ സരസമായിട്ട് സ്വാമിക്ക് മറ്റുള്ളവരെ ഈ ചുണ്ടി പിടിപ്പിക്കാതെ ഉത്തരം പിടിക്കുന്ന രീതി ചക്കവൂര് സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ വൈകുന്നേരം ഗണാൻ സ്വാമി വരുമ്പോഴേ 4 മണിയായി. അപ്പോൾ ആരെ 2 പേരും കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ചെമ്പരത്തി വരിക്കുക, ചക്കപ്പഴമുണ്ട്, വരിക, ചായ കുടിക്കാം, ചക്കപ്പഴം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ വന്നിരുന്നും കൊണ്ട് പറഞ്ഞു, പുരന്ദരൻ സ്വാമിയോട് പറഞ്ഞു ചക്ക മുറിക്കാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ശ്രീധർ മഹാരാജ് അപ്പം വീരസ്വാമി സ്വാമിയോട് പറഞ്ഞു, അല്ല ചക്കപ്പഴം ചോദിക്കുന്നത് ഇപ്പം എന്താ ചെയ്യുക? അതെ, നിങ്ങൾ പോയി ചായ ഇട്ട് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അവിടെ പോയി. അപ്പോൾ അവിടെ ചെന്ന്, എന്താ സ്വാമി? അല്ല ആ ചക്കപ്പഴം മുറിക്കണം. ഏത് ചക്ക? ചെമ്പരത്തി വരിക്ക ഒരു ചക്ക ഇവിടെ വെച്ചിരുന്നില്ലേ? അത് മുറിച്ചല്ലോ. അത് എന്നാ പിന്നെ എടുത്തോണ്ട് വാ. അത് കൊണ്ടുവരാൻ അത് തീർന്നില്ലേ? അതെങ്ങനെ തീർന്നേ? അത് കഴിച്ചങ്ങ് തീർന്നു. ആര് കഴിച്ചു?
ഒരു ചക്കപ്പഴം കഴിക്കാൻ ഇപ്പം എന്തിട്ടുള്ള കാര്യം മുഴുവൻ വിളിച്ചു കൂട്ടണം. അത് ഞങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ കഴിച്ചു. ഒരു ചക്കപ്പഴം മുഴുവനും കഴിച്ചോ? മുഴുവനും കഴിച്ചിട്ട് സ്വാമി പഴം മാത്രമേ കഴിച്ചോളൂ. കുരു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരു ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സ്വാമി പറഞ്ഞല്ലോ ഇത് മുളപ്പിക്കണം, അതുകൊണ്ട് കുരു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടത്. ഞാൻ ഇവർക്ക് ചക്ക കൊടുക്കാമെന്നാ പറഞ്ഞ. അതിനെന്താ കൊടുക്കാം? എവിടുത്തെ കൊടുക്കുന്നത്? അതിപ്പോ മാർക്കറ്റിൽ പോയാൽ കിട്ടും. അപ്പൊ വീണ്ടും നിങ്ങൾ രണ്ടുപേരെ ചക്കപ്പഴം കഴിച്ചോ? ഓ സ്വാമി പിന്നെയും പറഞ്ഞ എത്ര പേര് വേണം സ്വാമി? ഒരു ചക്ക എന്നാ തിരുവല്ലക്കാർക്ക് മുഴുവനും കൂടെ ഒരു ചക്ക മതിയോ? 2 ചക്കപ്പഴം തിന്നാൻ 2 ചക്കച്ചോളം എന്നെ എത്ര വലിയ പാടാണോ? ചുരുക്കം എനിക്കിങ്ങനെ പറഞ്ഞു അവസാനം ഗണാൻ സ്വാമിക്ക് ദേഷ്യപ്പെട്ടു. അപ്പോൾ സ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങളിന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു ഒരു ചക്കപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആഹാരം കഴിക്കണ്ടേ? പറഞ്ഞു അതേ ഇന്ന് 2 ബ്രഹ്മചാരിമാരും രാത്രിയിൽ ആഹാരം കഴിക്കാൻ പാടില്ല. ശരി വേണ്ട, ഒരു ചക്കപ്പഴം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ചക്കഞ്ഞു കുടിക്കണമെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അവസാനിപ്പിച്ചു. എന്നിട്ട് രാത്രിയിൽ അത്താഴം കഴിക്കാൻ ഗണാൻ സ്വാമിയാണ് ഏറ്റവും അവസാനം വരുന്നത്. നിരഞ്ജനാൻ സ്വാമി, വാഗീശാൻ സ്വാമി, അങ്ങനെയുള്ള സ്വാമിമാരൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞ് ഗണാൻ സ്വാമി വന്നിരുന്നു. അപ്പോൾ ബ്രഹ്മചാരിമാർ 2 പേരും കൂടി കഞ്ഞിയും, അന്ന് കഞ്ഞിയാണ്, അപ്പോൾ കഞ്ഞി പാത്രത്തോടൊക്കെ കൊണ്ടുവച്ചു, കൂട്ടാനൊക്കെ കൊണ്ടുവച്ച് ഗണാൻ സ്വാമിയുടെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു. സ്വാമി പറഞ്ഞു എനിക്കിത് മതി, ഇതൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി അതെങ്ങനെ എടുക്കുന്നേ? പിന്നെ അല്ല സ്വാമി ഞങ്ങളോട് ഇത് കഴിക്കണ്ടെന്ന് പറഞ്ഞു, അപ്പം ഇനിയിപ്പോൾ ഇത് കളയാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഞാൻ കഴിക്കണോ? അല്ല അപ്പം ഞങ്ങൾ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ആര് കഴിക്കുന്ന സ്വാമി അറിയാം. ഗണാൻ സ്വാമിക്ക് ദേഷ്യം വന്നു. സ്വാമി അവിടെ എഴുന്നേറ്റ് കഴിക്കാതെ അങ്ങ് പോയി. അപ്പോൾ വ്യൂസ്മാൻ സ്വാമി പറയാ, ശ്രീധര സ്വാമി വേണ്ടാന്ന് പറഞ്ഞു പോയി, ഇനിയിപ്പോൾ കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സ്വാമിയുടെ പ്ലേറ്റിൽ തന്നെ കഴിച്ചോളാം, നിങ്ങൾ വേണ്ട ഒരു പ്ലേറ്റ് എടുത്തോണ്ട് പോരുന്നത്. ഇതുപോലെയുള്ള വളരെ രസകരമായ സംഭവങ്ങൾ സ്വാമി പറയുകയും ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരാളിലും സ്വാമിയെ പറ്റി എന്നോട് സ്വാമി ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് പറയാൻ ഒരാളിനെയും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് സ്വാമിയുടെ പ്രത്യേകത. ഈ അവസരത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം സ്വാമിജിയെ പറ്റി ഒന്ന് അനുസ്മരിക്കാനുള്ള ഒരവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ, എന്നാൽ ഇത്രയും അനുഭവങ്ങൾ സ്വാമിയോട് അത്രയും സ്വാതന്ത്ര്യവും ഒന്നും അനുഭവിക്കാൻ കിട്ടിയിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം യോഗപ്രധാന സ്വാമി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പം പറയാൻ പറ്റുമായിരിക്കുമെങ്കിലും ആ സ്നേഹവാത്സല്യങ്ങൾ, ഒരു കൊച്ചു കുട്ടിയെ പോലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് നിർവ്വഹണാൻ സ്വാമിയോട് പ്രണാമപൂർവ്വം എൻ്റെ നന്ദി അറിയിച്ചു. രണ്ടു വാക്ക് പറയാനായിട്ട് നന്ദാത്മജാന സ്വാമിജിയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാ സന്യാസി ശ്രേഷ്ഠർക്കും മുമ്പിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. എല്ലാ ഭക്തന്മാർക്കും മുമ്പിൽ വിനീതമായ നമസ്കാരം. സ്വാമിജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഏറ്റവും തമാശ നിറഞ്ഞ രീതിയിൽ കാര്യത്തെ അവതരിപ്പിക്കുന്നതിൽ വളരെ വിശേഷപ്പെട്ട ഒരു വൈദഗ്ധ്യം തന്നെ സ്വാമിജിക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ തമാശ രൂപത്തിലാണ് സ്വാമിജി പറഞ്ഞത്. സ്വാമിജിയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് സ്വാമിജി പലപ്പോഴും പറയാറുണ്ട്. അപ്പം അദ്ദേഹം ആദ്യം സന്യാസത്തിന് വേണ്ടി പോവുകയും അതിനുശേഷം പ്രഭാഷകനായിട്ട് ഇങ്ങനെ ഇപ്പോഴും സമൂഹത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാമിജിയോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ചതായിട്ട് സ്വാമിജി അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പ്രഭാഷണത്തിന് പോയിന്ന ഇടയ്ക്ക് പരിചയപ്പെട്ട ഒരമ്മയാണ്. അമ്മ എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻ്റാണ്.
അപ്പോൾ അതിനുശേഷം അദ്ദേഹവും ഭാര്യയും കൂടി സ്വാമിജിയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നു. സ്വാമിജി ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ആധ്യാത്മികമായ രീതിയിൽ വളരെ ഉയർന്നു പോകുന്ന ഒരു വ്യക്തിത്വമായിരിക്കും എന്നാണ് സ്വാമിജി വിചാരിച്ചതൊക്കെ. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് സ്വാമിജിയുടെ അടുത്ത് അനുഗ്രഹത്തിനായിട്ട് വന്നു. സ്വാമിജി അനുഗ്രഹം കൊടുത്തു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു സ്വാമിജിയോട്, ഞങ്ങൾ ശ്രീരാമകൃഷ്ണദേവനെയും ശാരദാദേവിയെയും പോലെ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹം കഴിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സ്വാമിജി വന്നു, അത്രയൊക്കെ പോണോ എന്നുള്ള നിലയിൽ സ്വാമിജി ചോദിക്കുകയുണ്ടായി. അതെ, രണ്ടാമത് ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ തവണ സ്വാമിജിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ 2 കുട്ടികളെയും കൊണ്ടാണ് സ്വാമിജിയുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ സ്വാമിജി ഈ കാര്യം പറഞ്ഞ് വളരെ കൃത്യമായൊരു കാര്യത്തെ ബോധിപ്പിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ തമാശ അറിയണമെങ്കിൽ അതിൻ്റെ വിശദമായ ഒരു കാര്യം പറയേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം, സ്വാമിജിയുടെ ആ ഒരു സ്കോളർഷിപ്പ് അത് പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ കാലടി ആശ്രമത്തിൽ നടരാജഗുരു വരികയുണ്ടായി. നടരാജഗുരുവിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാവരോടും, പ്രത്യേകിച്ച് വേദാന്ത സ്റ്റുഡൻസിനോട് തർക്കിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വഭാവം വെച്ച് വീതസ്പൃഹാന സ്വാമി അന്ന് വളരെ ചെറിയൊരു ബ്രഹ്മചാരിയായിരുന്നു. അപ്പോൾ വീതസ്പൃഹാനന്ദ സ്വാമിജിയോട് നടരാജഗുരു തർക്കിക്കാൻ തുടങ്ങി. നടരാജഗുരു വിചാരിച്ചു സാധാരണ ഒരു ബ്രഹ്മചാരി ആണ് എന്നുള്ള നിലയിലാണ് തർക്കിച്ചു തുടങ്ങിയത്. ആ തർക്കം അങ്ങോട്ട് മൂത്തു എന്നാണ് സ്വാമിജി പറഞ്ഞത്. അവസാനം ആരും ജയിച്ചില്ല എന്നുള്ള നിലയിലാണ് ആ തർക്കം അവസാനിച്ചത്. അപ്പം ആ രീതിയിൽ അത്രയും ഉയർന്ന നിലയിലുള്ള ഒരു പാണ്ഡിത്യം, സ്കോളർഷിപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലപ്പോഴും ഞാനിവിടെ സ്വാമിജിയായിട്ട് സംസാരിക്കുമ്പോൾ പല സംശയങ്ങളും ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ നിവർത്തിച്ചു തരാറുണ്ട്. ഏതാണ്ട് 56ഓളം ഭഗവത്ഗീത വ്യാഖ്യാനങ്ങൾ സ്വാമിജിയുടെ കയ്യിലുണ്ടായിരുന്നു. മലയാളവും ഇംഗ്ലീഷും ഉൾപ്പെടെ ഏതാണ്ട് 56ഓളം ഭഗവത്ഗീത വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെയും സ്വാമിജി വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യതിയുടെ ഭഗവത്ഗീത വ്യാഖ്യാനം വരെ സ്വാമിജി വായിച്ചിട്ടുണ്ട്. അത്രയ്ക്കും സ്വാമിജി ഈ പഠനത്തിൽ, സ്വാധ്യായത്തിൽ വളരെയധികം നിഷ്ഠ പുലർത്തിയിരുന്നു. അതിലൂടെ തന്നെ സ്വാമിജി ഒരു വലിയ സന്യാസ ജീവിതത്തിൻ്റെ ആ ഒരു കാർക്കശ്യം സ്വാമിജി ജീവിതത്തിൽ നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സ്വാമിജിക്ക് പല തരത്തിലുള്ള ഡിക്ഷണറികൾ ഉണ്ടായിരുന്നു. സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം എന്നീ 3 ഭാഷകളിൽ പലതരത്തിലുള്ള ഡിക്ഷണറികൾ സ്വാമിജി സൂക്ഷിക്കുകയും അതിനെപ്പറ്റി വ്യക്തമായ വൈദഗ്ധ്യം നേടുകയും സ്വാമി ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് സ്വാമി പലപ്പോഴും നമ്മളോട് പറയുകയുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് സ്വാമിജിയുടെ ആ പാണ്ഡിത്യം ഇത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ സിദ്ധിനാഥാനന്ദ സ്വാമികൾ പലപ്പോഴും ഭാഗവത രചന നടത്തുമ്പോൾ സ്വാമിജിയോടുകൂടി ചോദിച്ചിട്ടേ പലപ്പോഴും പല കാര്യങ്ങളും ഫൈനലൈസ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് പല സംസ്കൃത വാക്കുകൾ മണിക്കൂറുകളോളം വീതസ്പൃഹാനന്ദ സ്വാമിജിയോട് സംസാരിച്ച് ആണ് ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ
നമ്മൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശാസ്ത്രങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പഠനത്തിൽ ഒരു ആധ്യാത്മിക സാധകൻ എത്രത്തോളം നിഷ്ഠ പുലർത്തേണ്ടതുണ്ട് എന്നതാണ്. സ്വാധ്യായ പ്രവചനാഭ്യം ന പ്രമതിതവ്യം. 2 തവണയാണ് ആചാര്യന്മാർ നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും പഠനവും സ്വാധ്യായവും ഉപേക്ഷിക്കാൻ പാടില്ല. അതിനെ അവസാനം വരെ മുറുകെ പിടിച്ച ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. നമുക്കൊക്കെയും വലിയൊരു മാതൃകയായിരുന്നു. വിഷ്ണു സഹസ്രനാമം അവസാനം വരെ, പറ്റാവുന്ന സമയം വരെ സ്വാമിജി പറ്റുന്നത് പോലെ ആചരിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തിൻ്റെ തകർച്ച സംഭവിക്കുന്നത് ഈ പഠനത്തിൻ്റെ അപര്യാപ്തത കൊണ്ടായിരിക്കും. പഠനത്തിൻ്റെയും വായനയുടെയും അപര്യാപ്തത കൊണ്ടായിരിക്കും ഒരു പ്രസ്ഥാനത്തിൻ്റെ തകർച്ച ആരംഭിക്കുക എന്ന്. അങ്ങനെ നോക്കുമ്പോൾ പീതസ്പൃഹാനന്ദ സ്വാമിജി എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. പ്രത്യേകിച്ച് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവർക്കും സന്യാസിമാർക്കും ഒക്കെ ഈ പഠനത്തിൻ്റെതായ, ആ സ്വാധ്യായത്തിൻ്റെതായ ആ ഒരു വലിയ കാര്യം നമുക്ക് എപ്പോഴും ഒരു മാതൃകയായിട്ട് സ്വാമിജി നിലകൊള്ളുന്നു. സ്വാമിജിക്ക് മുമ്പിൽ എല്ലാവിധ സ്മരണകളും അർപ്പിച്ചുകൊണ്ട് സ്വാമിജിയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Amen.